പ്രീസലോ ദൈവമക്കളെ സങ്കീർത്തനം 4:1 പറയുന്നു, എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം വരണമേ, ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. സങ്കീർത്തനക്കാരൻ ദാവീദ് എൻ്റെ നീതിയായ ദൈവമേ. ദൈവമക്കളെ പലപ്പോഴും നീതി ഒരിടത്തുമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നീതിയായ ദൈവമേ. ദൈവം നീതിമാനാണ്, മറ്റൊരിടത്ത് നമുക്ക് നീതി കിട്ടുകയില്ല. അനീതി വർദ്ധിക്കുന്നു, അക്രമങ്ങൾ അടിപിടികളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം അനീതികൾ. നീതിന്യായ കോടതി എന്ന് പറയുന്നിടത്ത് പോലും നീതിയില്ല. അവിടെ പല തരത്തിലും അനീതികൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പലയിടങ്ങളിലും നീതിക്ക് വേണ്ടി ജനം ഓടുകയാണ്. എവിടെ നീതി കിട്ടും, എവിടെയാണ് എനിക്ക് നീതി കിട്ടുക? പല വിഷയങ്ങളുടെ മധ്യേ നീതിയില്ലാതെ പലരും വിഷമിക്കുമ്പോൾ ദൈവമക്കളെ യേശുവിൻ്റെ പക്കൽ നീതിയുണ്ട്. ദൈവജനം പറയും, നീതി വെളിപ്പെടുവാനും രക്ഷ വരുവാനും സമയം അടുത്തിരിക്കുന്നു എന്നാണ്. നാളുകൾ നീതി വെളിപ്പെടേണ്ട സമയം ഏറ്റവും അടുത്ത് വരുന്നു. കർത്താവിൻ്റെ വരവിലാണ് നീതിമാൻ ആര്, അനീതി കാട്ടുന്നവൻ ആരാണ് എന്ന് വ്യക്തമായി വെളിപ്പെടുന്നത്. അനീതിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നു, എന്തും കുറ്റവും എന്തും കാട്ടിക്കൂട്ടുന്നു. രാഷ്ട്രീയ പക്ഷത്തായാലും അല്ലാത്തിടത്തായാലും അനീതികൾ വർദ്ധിച്ചുകൊണ്ട് അനീതിക്ക് വേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കി പലതും നടക്കുമ്പോൾ ദൈവമക്കളെ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നീതിമാനാണ്. നീതിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു. എൻ്റെ യേശു നീതിമാനാണ്. അവൻ്റെ പക്കൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ നീതി ദൈവത്തിൻ്റെ പക്കലുണ്ട്. നമ്മൾ ഇന്ന് ഭാരപ്പെടുന്നുണ്ടായിരിക്കും, ഇന്ന് നിരാശപ്പെടുന്നുണ്ടായിരിക്കാം, അനീതിക്കായിരിക്കാം ഇന്ന് കൂട്ടുകെട്ടുകൾ പലരുമുണ്ട്. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരിക്കലും നീതിയില്ലാത്ത കാര്യങ്ങളായിരിക്കാം നടക്കുന്നത്. നമ്മളതൊന്നും കണ്ട് വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. നീതി വെളിപ്പെടേണ്ട സമയം ഏറ്റവും അടുത്തായിരിക്കുന്നു. പല കൂട്ടുകെട്ടുകളും പല തരത്തിലും ഒക്കെ വാക്കുകൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും നമ്മയൊക്കെ ഒരു വ്യക്തിയെ എങ്ങനെയും ഹല്ലേലൂയ എങ്ങനെയും ഒതുക്കുവാൻ പല തരത്തിലും അനീതികൾ ഉണ്ടാക്കി നന്നേക്കാം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ വേണ്ടി അനീതിയല്ലയോ അവിടെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ അനീതി പലതുമൊക്കെ വർദ്ധിച്ചു വരുന്നു. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഗോളങ്ങളിലും മറ്റു പല ഇടങ്ങളിലും അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നീതിക്ക് വേണ്ടി നിൽക്കാം, സത്യത്തിന് വേണ്ടി നിൽക്കാം. നീതിമാനായ ദൈവം നമ്മോട് കൂടെയിരിക്കും. നമുക്കറിയാം, ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ ഒരു 2 സഹോദരിമാർ വന്നിട്ട് ഒരു മരിച്ച കുഞ്ഞിനെയും ജീവനുള്ള കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. എന്നാൽ ശലോമോൻ രാജാവിടെ നീതിയോടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മരിച്ച കുഞ്ഞിനെ അല്ല, ജീവനുള്ള കുഞ്ഞിനെ പിളർക്കട്ടെ. 2 പേർക്കും കുഞ്ഞ് വേണ്ട. അപ്പോൾ ജീവനുള്ള കുഞ്ഞിൻ്റെ മാതാവ് പറയുകയാണ്, അയ്യോ ജമൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ജീവനുള്ള കുഞ്ഞിനെ അവൾക്കെങ്കിലും കൊടുത്തിട്ട് അവളെങ്കിലും വളർത്തട്ടെ. അങ്ങനെ യഥാർത്ഥ മാതാവിനെ കണ്ടുപിടിച്ചു. ഒരു നീതി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നീതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവത്തിന് മുഖപക്ഷമില്ല. എന്നാൽ നാമും അപ്രകാരം ആവോളായിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ നീതിമാൻ ആയ യേശു ഒരു തെറ്റും കുറ്റവും ഒന്നുമില്ലായിരുന്നിട്ടോ, അവൻ നീതിമാനായിരുന്നു. ദൈവവചനത്തിൽ പറയുന്നു, അവൻ നീതിമാൻ. ഹല്ലേലൂയ. ആ നീതി വെളിപ്പെടുവാൻ രക്ഷ വരുവാൻ അടുത്തിരിക്കയാൽ നമുക്ക് നീതിയോടായിരിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നീതിയായ ദൈവമേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് നീതി ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നീതിയോടെ നമുക്ക് നിൽക്കാം. നീതി വെളിപ്പെടുവാൻ സമയം അടുത്ത് വരുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. സംഭവങ്ങളൊക്കെ അങ്ങനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഭക്തന്മാർ നശിക്കുന്നു, വിശ്വസ്തന്മാർ കുറയുന്നു, നീതിമാൻ നശിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവവചനത്തിൽ പറയുന്ന വചനങ്ങളെല്ലാം അതേപടി നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നീതിയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. കർത്താവിൻ്റെ വരവ് നമ്മൾ തള്ളപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് നീതിയോടെ നിൽക്കാം. ദൈവവചനത്തെ പ്രമാണിച്ചുകൊണ്ട് ഒരു നീതിയോടെ സത്യത്തിന് വേണ്ടി വിശുദ്ധമായൊരു ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.